ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. സ്പെഷ്യൽ വ്ളോഗ് മീൻസ് ഞാനിപ്പോൾ യു എയിൽ വന്നിട്ട് ഒരു 8 വർഷത്തോളമായിട്ടോ. ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്താണ് ഈ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് നമുക്കൊരു ടീ പാർട്ടി വെച്ചാലോ, അതും ലേഡീസ് ഓൺലി ആയിട്ട്. അപ്പോഴെല്ലാവരും പറഞ്ഞ് കൊള്ളാലോ പരിപാടി, അടിപൊളിയാവല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ടീ പാർട്ടി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ചയോളം നമ്മൾ ഇതിൻ്റെ പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഏത് പാർക്കിൽ പോകണം, എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് സക്സസ്ഫുള്ളായി. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഫണ്ണായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അങ്ങനെ ഇതാ സ്നാക്സ് കൂടെ സെറ്റാക്കാണ്. ഞാൻ കൊണ്ടുവരുന്ന സ്നാക്സ് മക്രോണി പോളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ സ്നാക്സ് എൻ്റെ ഫ്രണ്ട്സും കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ വഴിയെ കാണാം കേട്ടോ. ഭയങ്കര രസമായിരുന്നു. പിന്നെ എന്താണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു 4:30 ആയിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നൈലൊക്കെ ഭയങ്കര ത്രില്ലിലാണ്. കാരണം അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാം, അവരുടെ കൂടെ കളിക്കാം, അങ്ങനെയൊക്കെ ഭയങ്കര വിചാരിച്ചിട്ടാണ് ആൾ വരുന്നത് കേട്ടോ. അപ്പോഴിതാ നമ്മൾ തൊട്ടടുത്തുള്ള പാർക്ക്, ഞാൻ ചില വീഡിയോസിലൊക്കെ ഈ പാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മക്കാം ലേഡീസ് പാർക്ക് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു എല്ലാവരും മീറ്റപ്പ്. നമ്മൾ ഫ്രണ്ട്സ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിലൊക്കെ പോയി കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മീറ്റപ്പ് ആദ്യമായിട്ടാണ്. അപ്പോഴിതാ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരാനുണ്ട് കേട്ടോ. ഇതിൽ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല. അപ്പൊ എല്ലാരും പരിചയപ്പെടും. ഹാലത വന്ന ഉടനെ ബോളൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയെന്ന് വെച്ചാൽ, ഞങ്ങളെ കെട്ടിയന്മാര് ഒരേ കോളേജിൽ പഠിച്ചിട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് അത് പിന്നെ ഒരേ സ്ഥലത്ത് സെറ്റിൽ ആവരാണ് കേട്ടോ. അങ്ങനെ പരിചയപ്പെട്ടവരാണ് ഞങ്ങള്. അങ്ങനെ ഇതാ ഇവിടെ ടീ പാർട്ടി എന്നൊക്കെ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ സ്നാക്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാണ് കേട്ടോ. പലരും പല വെറൈറ്റി ഓഫ് സ്നാക്സ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സമൂസ ആയിട്ടും ചിക്കൻ റോളായിട്ടും ചട്ടിപ്പത്തി ആയിട്ടും അങ്ങനെ മലബാർ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇത് ഓരോ സ്നാക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതാ പോക്കറ്റ് ഷവർമ ഉണ്ട്. എല്ലാ സ്നാക്സും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇറച്ചിപ്പത്തിരി ഉണ്ട്. പിന്നെ ഇതാ ഞാൻ കൊണ്ടുപോയിട്ടില്ല മക്രോണി പോള ഉണ്ട്. പിന്നെ ഇതാ ചിക്കൻ റോൾ ഉണ്ട്. പിന്നെ ഇതാ അടുത്തത് പിസ്സ ഉണ്ട്. പിന്നെ എന്താണ് ഇതാ സമൂസ ഉണ്ട്. 3 ആൾക്കാരെ സമൂസ കൊടുത്തിട്ടായിരുന്നു കേട്ടോ. 3 ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. 3 ഡിഫറൻസ് ടേസ്റ്റിൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇതൊരു ഇറച്ചി വെച്ചിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇതാ പഴം വെച്ചിട്ടുള്ള ഒരു പോളയാണ്. എൻ്റെ പേര് ആര്യ, വീട് കാലിക്കറ്റാണ്. എൻ്റെ പേര് നെസ്ല, തൃശ്ശൂരാണ്. എൻ്റെ പേര് വാഹിദ, ഞാൻ തൃശ്ശൂരാണ്. റൗഹ, തലശ്ശേരി. ഹലോ ഫിജിയ, വൈഫ് ഓഫ് അനസ്, ഹലോ, ഞാൻ ഷഹബാന, വൈഫ് ഓഫ് നാസിക് ഫ്രം കണ്ണൂർ. ഞാൻ നസ്രിൻ, ഞാൻ മലപ്പുറം. ഹായ്, എൻ്റെ പേര് സൽമ, ഞാൻ മലപ്പുറം. ഹായ് ഞാൻ ബിൻസി, മലപ്പുറത്ത്. എൻ്റെ പേര് ഫാത്തിമ, ഞാൻ കോഴിക്കോട്. ഹായ് എൻ്റെ പേര് യമുന, ഞാൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു. ഹായ്, ഞാൻ ഷഹീദ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഫിദ, ഞാൻ മലപ്പുറത്ത് നിന്നായിരുന്നു. എൻ്റെ പേര് ലതീദ, മലപ്പുറത്ത് നിന്ന്. Hi friends. Hi friends, say something. My name is Amal. Okay. My name is Fatima. Fatima, good boy. Hi guys. Say hi guys. Hi. Hi guys. Super. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ. ഇവരൊക്കെയുണ്ട് മക്കാമിലുള്ള എൻ്റെ ഫ്രണ്ട്സുകള്. പിന്നെ എന്താ ഞങ്ങളിൽ ഒരു ബേക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ആള് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ ഉഷാറായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഇതാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സ്നാക്സ് കഴിക്കാൻ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എല്ലാ സ്നാക്സും നല്ല ഉഷാറായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതാ ഒരു ഫ്രണ്ട് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ഫണ്ണായിട്ടുള്ള ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. മണിമുകിയാള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിയിൽ മഹാസീനെന്ന് മഹിമയിഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുരിതമാ. अखियों के दो मन में रखी चाव चलाया तेरी ओर, तेरे चेहरों के ज़ुबा जुल्फों की शाम, मेरा तेरा आँख से तेरा नाम, नजरों ने तेरी छुआ, तू है बाजू हुआ, होने लगी हूँ मैं हंसी आफरी आफरी. ഒന്നുകൂടെ ആ പാട്ടാ നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി. മാല്ലേ പാടണ്ടേ പെണ്ണെ പോരാമോ. ഈ ഒരു ടീ പാർട്ടിൻ്റെ ബാക്കിൽ ചെറിയൊരു റിവെഞ്ചും കൂടി ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങളെ കെട്ടിയന്മാർ പല സ്ഥലത്ത് ഒരുമിച്ച് കൂടലും ചിലപ്പോൾ എന്താ പറയുക ചില ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പോലും, എന്നിട്ട് അത് വന്നതിന് ശേഷം അതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരലും ഭയങ്കര മഹിമൊക്കെ ആക്കിയിട്ട് പറയും കേട്ടോ. ഞങ്ങളവിടെ പോയി, ഞങ്ങളിവിടെ പോയി, ഞങ്ങൾ അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ അവർ ഭയങ്കര ഇതിലിങ്ങനെ പറയും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആണായി ജനിച്ചാൽ മതിയായിരുന്നു ഒക്കെ മനസ്സിലിങ്ങനെ ഉണ്ടാവും കേട്ടോ. കാരണം നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോവാമല്ലോ. അപ്പോഴാണ് ഞങ്ങൾ ഈ ടീ പാർട്ടി വെക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അവർ ഡെസേർട്ടിൽ പോയി വന്നത് കേട്ടോ. അപ്പോൾ ഡെസേർട്ടിൽ പോയി വന്നിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവിടുത്തെ ഫോട്ടോസും അതുപോലെ തന്നെ അവർ എന്താ പറയുക ഡാൻസ് പാട്ട് കൂത്ത് അങ്ങനെ പല ഐറ്റം പരിപാടീസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വന്നതിന് ശേഷം അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ച് ഭയങ്കര തള്ളലായിരുന്നു കേട്ടോ. അസുഖമൊക്കെ തള്ളി വീട് മറിച്ചിട്ടില്ല എന്നുള്ള അത്രക്കും തള്ളി ഭയങ്കരമാക്കി പറയില്ല. ഇവരിങ്ങനെ ഒത്തുകൂടുമ്പോൾ എന്താ പറയുക ഈ പെണ്ണുങ്ങൾ മനസ്സിലുണ്ടാവില്ല ചെറിയൊരു കുശുമ്പ്, ആ ഒരു സാധനം തന്നെ, അത് ചെറിയൊരു ഡോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ലേഡീസ് ഓൺലി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ചയേ ഉള്ളൂ. അവർ ആ ഡെസേർട്ടിൽ പോയി പാട്ടുപാടി ഡാൻസ് ചെയ്ത് വണ്ടിയേറ്റ് കുത്തി മറിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട്. അവരൊക്കെ ദേഷ്യം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്തുകൊണ്ട് നമുക്കിതുപോലെ ആയിരിക്കൂടാ. കാരണം നമുക്ക് ഡെസേർട്ടിലൊന്നും പോകാൻ പറ്റില്ല. കാരണം ഡെസേർട്ടിൽ പോയുള്ള അവസ്ഥ അറിയാമല്ലോ. കാരണം ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മക്കളെയും കൂടി കൂട്ടുമ്പോഴേ അറിയാമല്ലോ മണ്ണിലൊക്കെ കളിച്ച് മൂക്കിലും വായിലും തലയിലടക്കം ഹലനെ കൊണ്ടായാലും ചിലപ്പോൾ മണ്ണിൽ കുത്തി മറിഞ്ഞ് ആകെ വൃത്തിയേടാക്കിച്ച് വരും. അപ്പോൾ ഡെസേർട്ട് നമുക്ക് അത്ര ഇത് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത് പാർക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ഡേയ്സായ 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ മക്കളായിട്ടൊന്നും പോകാൻ പറ്റാത്ത സ്ഥലമാണത്. അവർ ഡെസേർട്ടിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ी
അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ ചെറിയൊരു കുശുമ്പ് നമുക്കും വരൂലേ അല്ലേ? ആ ഒരു കുശുമ്പ് മനസ്സിൽ കയറിയിട്ട് വെച്ച പാർട്ടിയാണ് ഇത്. കല്യാണം ടൈം വേണ്ടേ? ആ ടൈം വേണം. എത്ര? 2 മിനിറ്റ് ടൈമർ. 1 മിനിറ്റ്. വാശിയേറെ മത്സരങ്ങൾ ഇവിടെ തുടങ്ങുകയായി. എത്ര പേരുണ്ട്? വായ തുറന്ന ഫൗള്. വായ തുറന്ന നമുക്ക് പോയിന്റ്. നോക്കുന്നവർ ഓരോ സ്റ്റെപ്പ് ഇടണേ. അപ്പൊ പോയില്ലേ? ഓർഡർ തന്നെ പറയണമെന്നില്ല. ആക്ടേഴ്സിന്റെ പേര് പറയണമെങ്കിൽ ഏകദേശം ആക്ഷൻ അങ്ങനെ ഗൈസ് എൻ്റെ ടേൺ എത്തി. എനിക്ക് അവരേതോ മൂവി നെയിം പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്യും, ആക്ഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം. നല്ല മഴ ആക്ടറിന് മഴവില്ല 3 വേർഡുള്ളൂ. പഴയ വട, വീരം, അങ്ങനെ പറയാൻ പറ്റില്ല. സർഗാണോ? അത്ര മഴ
നടി അറിയില്ല, ബാക്കി പറ. അങ്ങനെയല്ല കാണിക്കട്ടെ. എന്റെ വീട് പിന്നെ അതാ ഫൈനലി നമ്മൾ ചെറിയ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അവിടുന്ന് തന്നെ പെട്ടെന്ന് പഠിച്ച സ്റ്റെപ്പാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അത് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ കളിക്കുന്നുണ്ട് നമ്മൾ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ മക്കൾ ഗെയിംസ് ആയിരുന്നു, ലെമൺ സ്പൂണ്. അപ്പൊ മക്കളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡി 1 2 3. അപ്പോഴിതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി. എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരുന്നു കേട്ടോ. നല്ലൊരു ടീ പാർട്ടി തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണം കേട്ടോ. അപ്പോഴെന്താ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.